അടിയുള്ള കുറെ നെഗറ്റീവ് മാത്രം പറയുന്ന കുറെ അവളുമാരുണ്ട്. അവളുമാരും തന്നെ പറയാം. പിന്നെ അവന്മാരും അതെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ നിങ്ങളുടെ കൂടെ അഭിനയിച്ച് നിൽക്കാൻ അതാണ് ഞാൻ അഭിനയിച്ച് നിൽക്കണം അതന്നെ പറയുള്ളൂ. ഇന്ന് വരെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇത് ആവശ്യമില്ല എനിക്ക്. എന്നാ ഞാനിപ്പം വന്നിട്ട് പ്രതീക്ഷയുമായിട്ട് പരിചയപ്പെട്ടിട്ട് കരിമിഴിക്കണ്ണാലും ഒരു 1.5 മാസമല്ലേ ആയത്. ഇതിന് മുന്നേ വളച്ചെടുക്കാൻ എത്രയോ പേരുണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ വളച്ചെടുത്തോ? ഇല്ലല്ലോ. പിന്നെ പ്രതീക്ഷിന് മാത്രം എന്താ പ്രത്യേകത ഇങ്ങനെ പറയാൻ? അവനെ മാത്രം കുറ്റപ്പെടുത്താൻ എന്താ ഇത്ര പ്രത്യേകത? എനിക്കറിയില്ല. പ്രതീക്ഷ നന്നായിട്ട് ടീച്ചർ കൂടെ അഭിനയിക്കുന്നതുകൊണ്ട് അരി കൊടുത്തിട്ട് അണ്ണാക്കും വാ പൊളിച്ചിട്ട് മുതല വാ പൊളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ? ചെയ്യത്തില്ല. ഇതിപ്പോ സുധി സത്യം പറഞ്ഞ പാവത്തിന് വിവാദങ്ങൾ ഒഴിഞ്ഞൊരു നേരമില്ല. ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളാണ് ആൾക്കാർ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ദയാച്ചു എന്ന് പറയുന്ന അവര് ഒരു വീഡിയോസ് ചെയ്തിരുന്നു, അതായത് രേണുസുധിയെ വിമർശിച്ചുകൊണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. അല്ല, ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കല്ലേ? പറഞ്ഞു പോണെന്നാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ പാവാട വള്ളികൾ വന്നിട്ട് എനിക്കിവിടെ നല്ല താങ്ങുമായിരിക്കും. എന്നാലും ഞാൻ പറയും, അല്ല ഇവള് സുചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഒരുപടി വാരി കൊടുക്കുന്നത് ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കും വാ പൊളിച്ചിട്ട് മുതല വാ പൊളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ? ചെയ്യത്തില്ല. ഇതിപ്പോ ഞാൻ പാട്ടുകാരൻ ഗോപിയണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് തോടെ കോഞ്ഞാട്ടേക്ക് പോവും, അങ്ങേര് വേറെയും തേടി പോകുന്നു. അതേപോലെ ഇപ്പൊ ഞാൻ പറയണ്, ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാള എടുത്ത് പണ്ടാറടങ്ങുന്നവരെ ഇവന് വാരിയും കൊടുക്കും. ഇവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചോണ്ടിരിക്കും. എടാ നാണമാനം ഉളുപ്പില്ലാത്തവനെ, നിന്റെ ഭാര്യ ഇത് കാണുന്നില്ലേ? അല്ലെ നിന്റെ പെണ്ണുമ്പളെ കാണുന്നില്ലേ? അല്ല നിന്റെ കൊച്ചുങ്ങൾക്ക് വാരി കൊടുക്കടാ, അല്ല നിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കടാ, ആ സുഷ്കാന്തി കാണിക്കടാ, താലി കെട്ടിയ പെണ്ണ് വാരി കൊടുക്കടാ. ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാ? ചായക്കടയിൽ നിന്നിട്ട് രണ്ടുപേരും അങ്ങോട്ട് അയ്യോ നമ്മളൊന്നും പറയാൻ പാടില്ല, കാരണം എന്താ വെച്ചാൽ ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ രോദനമാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് രേണുസുധിയായിട്ട് ഒരുമിച്ച് അഭിനയിച്ചതിന്റെ കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? എനിക്കിഷ്ടമാണ് കാണാനായിട്ട് വീഡിയോസ്, എന്റെ ഇഷ്ടമാണല്ലോ അഭിനയം. അല്ല, അവര് ഭയങ്കരമായിട്ട് ഇന്റിമസി സീൻസ് ഒക്കെ ചെയ്യുന്നത്. ഇന്റിമസി സീൻസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്റിമസി സീൻസ് ഒന്നും ഇല്ലല്ലോ. അത് ഒരു ആൽബത്തിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്തതല്ലോ, അതൊന്നും കുഴപ്പമില്ല. തൂക്കിയെടുക്കുന്നത് കറക്കുന്നത് അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ആണോ? ആളെ ഞങ്ങൾക്കല്ല കുഴപ്പം, കാണുന്ന ആൾക്കാർക്കാണ് കുഴപ്പം. കണ്ടില്ലേ രേണുസുധി കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ആങ്ങളെ പെങ്ങള് ബോണ്ടാണ് അവര് തമ്മിലുള്ളത്. പക്ഷെ അത് കാണുന്നവർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. കാരണം എല്ലാവരും ഒരേ പോസിറ്റീവ് മൈൻഡ് ഉള്ളവരായിരിക്കത്തില്ല. അപ്പൊ ഇങ്ങനൊക്കെ കാണിക്കുമ്പം ഇതിനൊക്കെ റിയാക്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ നെഗറ്റീവ് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ്, അതിനെ പിടിച്ചങ്ങ് തൂങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനെതിരെ രേണു നല്ല രീതി മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വൈഫിനില്ല കുഴപ്പം. ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതുങ്ങിയൊന്നും അല്ല അവന് വാരി കൊടുത്ത് അവന് എനിക്ക് ഫുഡ് വാരി തന്നതും. മനസ്സിലായോ? ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത്, അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത്. മനസ്സിലായോ? എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല. പിടി കിട്ടിയോ? ചേച്ചി പിടി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നെന്ന്? ചേച്ചി കുറെ ദിവസമല്ലോ തുടങ്ങിയിട്ട്. നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുധി ഇടപെടാൻ വന്നിട്ടുമില്ല, വരത്തുമില്ല. എന്നെ വെറുതെ വിട്ടേക്ക് കേട്ടോ. പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ, ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുമോ, അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ സുധിച്ചേട്ടനെ വാരിക്കൊടുത്തില്ല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സുധിച്ചേട്ടന് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ സുധിച്ചേട്ടനെ കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? കുറെ നാളായി നിങ്ങൾക്ക് തുടങ്ങി. കേട്ടില്ലേ രേണുസുധി പറയുന്നത്? ഇത് ദയാച്ചുവിനുള്ള മറുപടിയാണ് കേട്ടോ. ഇപ്പം ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ ദയാച്ചു തിരിച്ചും റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോസ് അങ്ങ് ചെയ്യും. അത് കാണുമ്പോൾ തിരിച്ച് രേണു അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വീണ്ടും വീഡിയോ ചെയ്യും. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ. അതിനകത്തൊന്നും വലിയ കാര്യമില്ല. അങ്ങോട്ട് മറുപടി പറയുന്ന ഒരു വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് മറുപടി പറയുന്ന ഒരു വീഡിയോ ആയിട്ട് അതിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിട്ട് കൊല്ലസുധിയുടെ 2ാം ഭാര്യയാണ് ഞാന്, പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പം രേണുസുധിയായിട്ട് അവിഹിതത്തിലായി, അതായത് കൊല്ലം സുധി അവിഹിതത്തിലായി, അവർ തമ്മിൽ വൃത്തികെട്ട ചാറ്റുകൾ ചെയ്യാറുണ്ട്, പ്രേമത്തിലായിരുന്നു, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ
എന്താ കൊല്ലം സുധിയെ ഇവള് അടിച്ചോണ്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വൃത്തികെട്ട വേടുകളും ഒക്കെ ആയിട്ട് എങ്ങോ കിടക്കുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം വന്നിരുന്നുവല്ലോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. കൊല്ലം സുധിയുടെ വൈഫ് മരണപ്പെട്ടു പോയി, പിന്നെ രേണു സുധിയെ കല്യാണം കഴിച്ചു എന്നൊക്കെ ഉള്ളത് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളായിരുന്നു. അതിനിടയ്ക്ക് ഇപ്പൊ പുതിയൊരു അവതാരവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഇവരിച്ചിരി നല്ല രീതിയിൽ ഫേമായി വന്നപ്പം, അതായത് നല്ല രീതിയിലൊക്കെ ഒന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം ചിലരൊക്കെ ഇങ്ങനെ എന്താ ക്രിമികടിയുള്ള ചിലരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ കുത്തിപ്പൊക്കിയൊക്കെ വരുന്നതായിരിക്കാം. ആ ഒരു സ്ത്രീയുടെ വോയിസ് വന്നതിന് ശേഷം രേണു സുധി ഒരു ഇന്റർവ്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും ഒക്കെ കാണിച്ചിട്ടാണ് ആ ഒരു ഇന്റർവ്യൂ വന്നത്. ശരിക്കും ആർക്കായാലും പെട്ടെന്നൊക്കെ കേൾക്കുമ്പോ ഒരു എന്താ പറയാ ദേഷ്യമോ വിഷമോ ഒക്കെ വരത്തില്ലേ. ആ ഒരു സിറ്റുവേഷനിൽ രേണു ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ടാണ് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്നത്. കാരണം സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പറയുന്നല്ലാതെ ഞാൻ ഇന്നുവരെ തെളിവ് കാണിച്ചില്ല. ഞാൻ ഇപ്പൊ തന്നെ എടുത്തു വെച്ചത് കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ട്, കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. അപ്പം ബ്രൈഡ് ഗ്രൂം സുധി ശിവദാസൻ ദാസ്. രേഷ്മ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം, രേഷ്മ തങ്കച്ചൻ. അത് വേണ്ടേ ബ്രൈഡ് ഒപ്പ്. പിന്നെ സാക്ഷികള് സിഗ്നേച്ചർ ഓഫ് വിറ്റ്നസ് ലിബു KJ, അതായത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. സൂചന അളിയാന്ന് വിളിക്കുന്നത് ലിബു KJ. ചേട്ടാപ്പിന്ന് ഞാൻ വിളിക്കുന്നത്. പിന്നെ അടുത്ത ബിന്ദു സെബാസ്റ്റിൻ, എന്റെ അമ്മയുടെ അനിയത്തി. അടുത്ത വിറ്റ്നസ് ആശിഷ് ജോയ്, എന്റെ അമ്മയുടെ ആങ്ങളയായിട്ട് വരും. ഈ 3 പേരായിരുന്നു ഇതേണ്ടേ ഞങ്ങളുടെ സാക്ഷികൾ. ഇതാണ് ഞങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ്. ഇതിപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്, ദ 4th ഷെഡ്യൂൾ. ഈ വീഡിയോ ഇട്ടതിന് ശേഷം അതിനകത്ത് വന്നൊരു കമന്റ് ആണ്, ഈ കൊല്ലം സുധിയുടെ ഭാര്യ അതായത് രേണു സുധി സുധിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ബിനു എന്ന് പറയുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞതാണ്, അയാളെ തേച്ചിട്ടാണ് ഈ കൊല്ലം സുധിയായിട്ട് ചാടിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. രേണു പറയുന്നുണ്ട് ഞാൻ സുധിച്ചേട്ടനെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന്. ഇപ്പൊ 1 കിട്ടിയാലും 2 കിട്ടിയാലും അത് അവരുടെ കാര്യം, അവരുടെ വിഷയം. പക്ഷെ അത് ഈ നെഗറ്റീവ് കാര്യങ്ങളും അതും ഇതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടുന്നത് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. രേണു സുധിയെ കളിയാക്കിയവരുടെ വീട്ടിൽ രേണു അവരുടെ വീട്ടിൽ ചെന്നിട്ട് തല്ലു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ തന്നെ വേണം. കാരണം എന്താ നമുക്ക് ഒരാളെ കളിയാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതായത് എന്താ ഒരുമാതിരി വൃത്തികെട്ട രീതിയിലൊക്കെ കളിയാക്കുമ്പം ആർക്കായാലും ഒരു വിഷമവും ഇറിറ്റേഷനും ഒക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ കളിയാക്കുന്ന ഒരാളുടെ വീട്ടിൽ ചെന്ന് രേണു നല്ല പൊട്ടിപ്പീര് കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും അന്ന് കണ്ടു നോക്കാം. ഇതാണ് കോമഡി. കൊറേ കാശ് ഉണ്ടാക്കില്ല, പൈസ തരാം ഞാൻ ഈ വീട്ടിൽ. പൈസ നിങ്ങൾ എന്താണ് എന്റെ വീട്ടിൽ കാശ് ഉണ്ടാക്കില്ല, പൈസ ഞാൻ ഷൂട്ട് പോലും ഞാൻ ഉറക്കം അടച്ച് ഞാൻ വന്ന ഷൂട്ട് പോലും നിർത്തിട്ട് ഞാൻ വന്നാൽ എനിക്ക് പൈസ വേണം. ചേച്ചി എവിടെ നിന്നും വന്നോട്ടെ നിർത്തി നജീമല്ലേ പൈസ ഇതാണ് കോമഡി. കൊറേ കാശ് ഉണ്ടാക്കില്ല.